എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 14 ശ്ലോകം 53, 54, 55, 56 4 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 53. ദേഹോപി മമതാ ഭാഗ്ചേ തർഹ്യസൗ നാത്മവൽപ്രിയ യജ്ജീര്യത്യവിദേഹേസ്മിൻ ജീവിതാശ ബലീയസി. വിവേകികള് ദേഹത്തെ ആത്മാവായിട്ട് ധരിക്കണില്ല. ദേഹം ആത്മസംബന്ധി എന്നവര് ധരിക്കുന്നുണ്ട്. അതുകൊണ്ട് ശരീരം എന്റേതെന്ന് അഭിമാനിക്കുന്നവർക്ക് മമതാസ്പദമായിരിക്കുന്ന ദേഹത്തെക്കാൾ അഹന്താസ്പദമായിരിക്കുന്ന ആത്മാവിനെയാകുന്നു സ്നേഹം. അതുകൊണ്ട് ദേഹം നിൽക്കുന്നു എങ്കിൽ നിൽക്കട്ടെ, നശിക്കുകയാണെങ്കിൽ നശിച്ചോട്ടെ, അതാണ്, അത്രേ ഉള്ളൂ. എനിക്ക് രണ്ടും ഒരുപോലെ എന്നാണ് അവര് വിചാരിക്കുക. ദേഹനാശം അടുത്തിരിക്കുമ്പോഴും മരിക്കും എന്നറിയാം എല്ലാവർക്കും. മരിക്കുന്നതിനൊരു പേടിയൊന്നും അവർക്കില്ല, എന്നൊരു ഭയമില്ല. ദേഹനാശം അടുത്തിരിക്കുമ്പോഴും മോഹിക്കാതിരിക്കുകയും ഭയക്കാതിരിക്കുകയും ചെയ്യണവര്. അവിവേകികൾക്ക് ദേഹം തന്നെ ആത്മാവ് എന്നുള്ള വിചാരമുള്ളപ്പോ മരണത്തിന് വല്ലാത്ത ഭയമാണ് അവർക്ക്. ഈ ദേഹം നശിക്കുമെന്ന് അതങ്ങോട് വന്നാൽ ഇത് നശിക്കാതെ ഇരിക്കണേ എന്നുള്ള ആശ ഏറ്റവും പ്രബലമായിട്ട് അവർക്കുണ്ടാവും, അവിവേകികൾക്ക്. അതുകൊണ്ട് ആത്മസ്നേഹം മൂഢന്മാർക്കും വിവേകികൾക്കും ഒരുപോലെയുള്ളതായിട്ട് കാണപ്പെടുന്നു. അവിവേകമുള്ളപ്പോൾ ഞാൻ എന്ന് ഭാവിച്ചിരുന്ന ദേഹത്തിന്റെ നാശത്തിൽ വിഷമുണ്ടാവും. ആ വിധം ജീവിതാശ, ദേഹം ഞാനല്ല എന്റേതാണെന്നുള്ള വിചാരം നിമിത്തം ദേഹം മമതാസ്പദമായി കരുതുന്ന വിവേകികൾക്ക് ദേഹനാശത്തിൽ അത്ര ഭയമൊന്നുമില്ല. അത് നശിക്കുകയാണെങ്കിൽ നശിക്കട്ടെ എന്നുള്ള ഒരു വിചാരം മാത്രമേ അവർക്ക് ഉണ്ടാവുള്ളൂ എന്ന് സാരം. തസ്മാൽ പ്രിയതമസ്വാത്മാ സർവേഷാമഭിദേഹിനാം തദർത്ഥമേവ സകലം ജഗതേതൽചരാചരം. മുകളിൽ വിവരിച്ച ആ സംഗതികൾ കൊണ്ട് സകല ശരീരികൾക്കും അവരുടെ ആത്മാവിൽ തന്നെയാണ് പരമപ്രേമം എന്ന് തെളിഞ്ഞു. ചരങ്ങളായ ഭാര്യാപുത്രാദികളും അചരങ്ങളായ ഗൃഹധാന്യ ധനാദിയും ആത്മസുഖത്തിന് വേണ്ടിയിട്ട് മാത്രാണ് സകലർക്കും പ്രേമാസ്പദം ആയിരിക്കുന്നത്. കൃഷ്ണമേനമവേഹിത്വം ആത്മാനമഖിലാത്മനാം ജഗദ്ധിതായ സോപ്യത്ര ദേഹീവാഭാതിമായയാ. എല്ലാവർക്കും ആത്മാവ് പ്രിയതമൻ തന്നെയാണ്. അതുകൊണ്ട് ശ്രീകൃഷ്ണനെ അല്ലല്ലോ വ്രജവാസികൾ അധികം സ്നേഹിക്കേണ്ടത്, അവരുടെ ആത്മാവിനെ അല്ലേ സർവോപരി സ്നേഹിക്കേണ്ടത് എന്ന് ആരും ശങ്കിക്കേണ്ട. സകല ജീവജാലങ്ങളിലും ജീവസ്വരൂപനായി വിളങ്ങുന്ന പരമാത്മാവാണ് ഈ ശ്രീകൃഷ്ണൻ. അതുകൊണ്ടാണ് വ്രജവാസികള് സർവോപരിഷ്ടമായിട്ട് ശ്രീകൃഷ്ണനെ സ്നേഹിക്കുന്നത്. അപ്പൊ ഈ ശ്രീകൃഷ്ണൻ പരമാത്മാവാണെങ്കിൽ പരമാത്മാവിനെ ഇങ്ങനെ നേരിട്ട് കാണാൻ സാധിക്കില്ലല്ലോ, ഇന്ദ്രിയ ഗോചരനാവില്ലല്ലോ. പിന്നെ എങ്ങനെയാ ഈ പരമാത്മാവ് ഈ വ്രജത്തിൽ ഇങ്ങനെ സ്വരൂപം ധരിച്ചു വന്നിരിക്കണത്? അങ്ങനെ ശങ്കിക്കണ്ട, പറയണു. ഭഗവാൻ പരമാത്മാവായ ശ്രീകൃഷ്ണൻ എന്തൊക്കെ ലീലകൾ കാട്ടി അല്ലെ. അങ്ങനെ ലോകം തന്നിൽ പ്രിയമുള്ളവരായിട്ട് ഭവിച്ച് ഭക്തിസമ്പന്നരായി സർവദോഷങ്ങളും തീർന്ന് അവര് പരമാനന്ദികളായിട്ട് ഭവിക്കണം. അങ്ങനെ വിചാരിച്ചിട്ടാണ് ഭഗവാൻ തന്റെ ലീലകൾ കാട്ടി ലോകത്തെ അനുഗ്രഹിക്കാൻ വേണ്ടി ദേഹത്തെ ധരിച്ചവൻ എന്ന പോലെ ഈ വ്രജത്തില് വിളങ്ങണം. അല്ലാതെ വാസ്തവത്തിൽ സാധാരണ ജീവന്മാരെ പോലെ കർമാധീനമായ ശരീരം ധരിച്ചവനല്ല ശ്രീകൃഷ്ണൻ. സകല ആത്മാവായ ശ്രീകൃഷ്ണനെ സകലരും പ്രിയതമനെന്ന് കരുതുന്നതിൽ അതുകൊണ്ട് ആശ്ചര്യപ്പെടാനൊന്നുമില്ല. സമഷ്ടി ജീവസ്വരൂപൻ ശ്രീകൃഷ്ണ തന്നെ എന്ന്, അതാണ് അതിന്റെ അർത്ഥം. വസ്തുതോ ജാനതാമത്ര കൃഷ്ണം സ്ഥാസ്നു ചരിഷ്ണു ച ഭഗവദ്രൂപമഖിലം നാന്യദ്ദ്രഷ്ടവ്യമേവ.
വസ്തിക കിഞ്ചന. ചേതന വസ്തുക്കളായ പ്രാണികളിൽ മാത്രമല്ല ശ്രീകൃഷ്ണൻ ആത്മാവായിട്ട് വിളങ്ങുന്നത്, വൃക്ഷങ്ങളിലും ആത്മസ്വരൂപനായിരിക്കുന്നവൻ ശ്രീകൃഷ്ണൻ തന്നെ എന്ന് സ്പഷ്ടമായിട്ട് പറയുകയാണ്. ശ്രീകൃഷ്ണന്റെ സത്യസ്വരൂപം അറിയുന്നവർക്ക് ഈ ലോകത്തിൽ ചരാചരാത്മകമായി കാണപ്പെടുന്ന സർവവും ഭഗവാനാകുന്ന സ്വരൂപത്തോടു കൂടിയതല്ലാതെ ഭഗവാനിൽ നിന്ന് അന്യമായിട്ട് യാതൊന്നുമില്ല എന്ന് അവർക്കറിയാം. ഭഗവാന്റെ സത്യസ്വരൂപം അറിയണവർക്ക് എല്ലാം ഭഗവത് രൂപമാണെന്നുള്ളതിൽ ആത്മതത്വം അറിഞ്ഞിരിക്കുന്ന ജ്ഞാനികളുടെ അനുഭവജ്ഞാനം തന്നെയാണ് പ്രമാണം. ലോകത്തിലെ ഏതിന്റെ സ്വരൂപം ഏതുവിധമോ ആ സ്വരൂപമായി ഭവിച്ചവൻ ഭഗവാനാകുന്നു. ഭാവരൂപൻ ഭഗവാനാകയാൽ ഭഗവത് വ്യതിരിക്തമായിട്ട് ഒന്നും ഭവിക്കാൻ പാടില്ല. ഭഗവാനിൽ നിന്ന് ഭിന്നമായിട്ട് ഒന്നും ഉണ്ടാവാൻ പാടില്ല. നാ അസതോ വിദ്യതേ ഭാവോ നാ ഭാവോ വിദ്യതേ സദാ ഉഭയോരപി ദൃഷ്ടോന്ത അനയോ ദൃഷ്ടോന്തസ്തു അനയോ തത്വദർശിഭി എന്നുള്ള അശ്രുതിവാക്യം എന്നുള്ള ഗീതാവാക്യം ഇവിടെ പ്രമാണം. അതാണ് ഗീതാവാക്യാണ് ഇവിടെ പ്രമാണമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.